രാവിലെ തന്നെ പച്ചക്കറിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പാവലിന് കവർ ഇടാനുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പച്ചക്കറിക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുക്കളയിലേക്ക് പോന്നു കേട്ടോ. ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി എടുത്ത് വെക്കാനുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. ചൂട് തുടങ്ങിയ പിന്നെ സ്ക്വാഷ് മേടിക്കുന്ന ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം സ്ക്വാഷിൻ്റെ കുപ്പി ഒത്തിരി ഉണ്ട്. തീരുന്ന സ്ക്വാഷിൻ്റെ കുപ്പി ഇതുപോലെ കഴുകിയെടുത്ത് ഉണങ്ങി വെക്കും കേട്ടോ. രാത്രിയിലത്തെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ കൈയോടെ അങ്ങ് കഴുകി വെച്ചു കേട്ടോ. കുറച്ച് മുമ്പ് കാണിച്ച ഒരു സ്പൂൺ ഹോൾഡർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പ്ലാസ്റ്റിക്കാണ്, എന്നാലും നല്ല ക്വാളിറ്റിയാണ്. റേറ്റും അത്യാവശ്യം കുറവാണ് കേട്ടോ. പാത്രം തേച്ച് കഴിഞ്ഞിട്ട് സിങ്ക് ഏരിയയും കൂടെ ഞാനൊരു കുഞ്ഞ് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. ഒരു പഴയ സ്ക്രബ്ബറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ക്രബ്ബർ. പച്ചക്കറികൾക്കൊക്കെ ഞാൻ ഏത് വളമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം അപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ എന്ന് പറയുന്ന വളമാണ്. 2 കിലോയുടെ ഈ വളത്തിന് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ നമ്മളുടെ പച്ചക്കറികൾക്ക് ഈ ചൂട് സമയത്ത് പൂ കൊഴിച്ചിൽ, ഇല കൊഴിച്ചിൽ, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ ഡോളോമൈറ്റ് എന്ന് പറയുന്ന ഒരു വളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ 2 വളവും കെമിക്കൽ അല്ല കേട്ടോ, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഡോളമൈറ്റ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് പച്ചക്കറികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് 10 ദിവസത്തിന് ശേഷമാണ് വളം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഡോളമൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് 10 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് വളങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തിക്കുള്ള കുഴച്ചടച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ ചായ ഇട്ട് കുടിച്ചു കേട്ടോ. ചപ്പാത്തിക്ക് ഇതുപോലെ കുഴച്ച് അടച്ച് മാറ്റി വെച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. ഈ ഒരു ചപ്പാത്തി പലകയും ചപ്പാത്തി കോലും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്യുന്ന ഒരു പൊട്ടറ്റോ മാഷറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 200 രൂപ മറ്റാണ് കേട്ടോ ഇതിൻ്റെ 3നും കൂടെ റേറ്റ് ആയത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. ചൂടായതുകൊണ്ട് നിവാങ്കുഞ്ഞിന് അംഗൻവാടി ഇപ്പോൾ അവധിയാണ് കേട്ടോ. അപ്പോൾ നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ തീർത്ത് വെക്കണം, അല്ലെങ്കിൽ ആളൊന്നിനും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ് കേട്ടോ. ചപ്പാത്തി ഇപ്രാവശ്യം ഞാൻ ചുട്ടത് നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ടും കിട്ടി കേട്ടോ. നമ്മുടെ ആ ചപ്പാത്തി പലകയുടെ സെറ്റിൻ്റെ കൂടെ കിട്ടിയ പൊട്ടറ്റോ മാഷറില്ലേ, അതും തടിയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഞെക്കി കൊടുക്കുകയും അന്നേരം നന്നായിട്ട് ചപ്പാത്തി പൊള്ളച്ച് വരും കേട്ടോ. വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി കറക്റ്റ് സമയത്ത് വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ വെക്കേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മടി പിടിച്ചു പോകുന്നൊരു സംശയം. അത് കാരണം ക്ലീനിങ് ഒക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ് കേട്ടോ. ഇന്ന് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പോർഷനായിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻസ് ഈ ഒരു ടൈപ്പ് ഓഫ് ചപ്പാത്തിക്ക് റുമാൽ റൊട്ടി എന്ന് പറയും കേട്ടോ. അതായത് റുമാൽ എന്ന് വെച്ചാൽ നമ്മുടെ തുവാല പോലെ ഇങ്ങനെ ഇവർ മടക്കി വെച്ചുകൊണ്ട് വരും കേട്ടോ ലഞ്ച് ബോക്സിൽ. അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയില്ല, എങ്കിലും നല്ല അടിപൊളി ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തിക്ക് കറി മുട്ടക്കറി ആയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി കോലിൻ്റെ സെറ്റ്. അപ്പോൾ ചപ്പാത്തി പലക വാങ്ങിക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് ഇത് ഓടിപ്പോയി വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല അഫോർഡബിളുമാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇനി മുതൽ നമ്മളുടെ ചാനലിലെ വീഡിയോസ് ഉച്ചയ്ക്കായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തി പലക അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ചെടിയുടെ ജോലികളുണ്ടായിരുന്നു കേട്ടോ. അതായത് ചട്ടി മാറ്റി നടാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് പോയേ. കാരണം ഞാൻ ലൈസോൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത്. ലൈസോൾ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ നമ്മുടെ ഫാബ്രിക് ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്തത്. നല്ല പതയുണ്ടായിരുന്നു, സ്മെല്ലും ഉണ്ടായിരുന്നു, ചെളിയും പോയി കേട്ടോ. ബാത്റൂം ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. മീഷോയിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയത്. ഇതൊരു റൈറ്റിംഗ് ബോർഡാണ് കേട്ടോ. നമുക്കിത് ഭിത്തിയിൽ വേണമെങ്കിൽ തൂക്കിയിടാം. ഇതിൻ്റെ കൂടെ ഒരു പെന്നും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ
നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.